എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം പെർമാകൾച്ചർ എന്നുള്ളതാണ്. പെർമാകൾച്ചർ നമ്മൾ സുസ്ഥിര കൃഷി എന്നുള്ള രീതിയിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ നേച്ചറിനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്താനുകൊണ്ടാണ്. നേച്ചറിൽ നമ്മൾ കണ്ടാൽ ആക്ച്വലി ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് വനമാണ്. വനം അതിൻ്റെ പല സ്റ്റേജസിൽ നമുക്ക് കാണാൻ കഴിയും. പുതിയതായിട്ട് ഒട്ടും ഇതായിട്ടുള്ള ബാരനായിട്ടുള്ള ലാൻഡ്, ബാരൻ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ അല്ലാതെ തന്നെ ബാരനായിട്ട് വരാറുണ്ട്. ഈ അഗ്നിപർവ്വതമൊക്കെ പൊട്ടി കംപ്ലീറ്റ് ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ വരുന്ന ഒരു ഇവല്യൂഷൻ എന്നൊക്കെ അറിയാം. അത് ആദ്യം പുല്ലുകൾ പോലെ വരും, പിന്നെ ചെറിയ ചെടികൾ വരും, അങ്ങനെ വളർന്ന് അതിൻ്റെ മെച്യൂരിറ്റിയിൽ എത്തുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് വരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ നാച്ചുറലായിട്ടോ അൺനാച്ചുറലായിട്ടോ ഉണ്ടാകുന്ന കാലാവസ്ഥ ഏതെങ്കിലും അതിന് അതിജീവിക്കാൻ കഴിയും. കാരണം അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അത് ബയോഡൈവേഴ്സിറ്റിയിൽ ഊന്നിയതാണ്. നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ പറ്റി പലപ്പോഴും പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. കാരണം ബയോഡൈവേഴ്സിറ്റിക്ക് അതിൻ്റെതായിട്ടുള്ള റെസിലിയൻസ് വളരെ കൂടുതലാണ്. നാച്ചുറിൻ്റെ തനതായിട്ടുള്ളൊരു അവസ്ഥ ആയതുകൊണ്ട് അത് നമ്മൾ പെർമാകൾച്ചറിലൂടെ അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അത് പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇതായിട്ടില്ല. കാരണം നേച്ചറിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നേച്ചറിൻ്റെതായിട്ടുള്ള അത്രയും നോളജ് നമുക്ക് എപ്പോൾ എത്തുമെന്ന് അറിയത്തില്ല, എത്താനും പറ്റുമെന്ന് തന്നെ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നേച്ചറിനെ നമ്മൾ കഴിയുന്നത്ര പഠിച്ച് അതിലോട്ട് വരിക. അതൊരു ഗ്രോയിങ് സയൻസ് ആണ്. എപ്പോഴും ഇൻഫൻസി സ്റ്റേജിലാണ്. ഈ ഇന്റർ റിലേഷൻസ്, പ്ലാന്റ്സ് തമ്മിലുള്ള ഇന്റർ റിലേഷൻസ് ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോരോ തത്വങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പെർമാകൾച്ചറിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന തത്വങ്ങളിൽ നിന്ന് ഒത്തിരി വ്യതിചലിച്ചിട്ടുണ്ട്. പുതുതായിട്ടുള്ള തത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന അനുസരിച്ചിട്ട് ഓരോ ഇടത്തും അതിൻ്റെതായിട്ടുള്ള ഇന്നോവേഷൻസ് നടത്തി പെർമാകൾച്ചറിനെ ബെറ്റർ ആയിക്കൊണ്ട് വരുവാണ്. പെർമാകൾച്ചർ ഒരു ആപേക്ഷികമായിട്ടുള്ള ഒരു നിലയെന്നേ ഉള്ളൂ. അത് പെർമനന്റ് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നേച്ചറിന് തന്നെ വിട്ടുകൊടുക്കണം. അപ്പൊ നേച്ചറിന് ഇപ്പോൾ വിട്ടുകൊടുക്കാനുള്ള ഒരു പ്രയാസം, നേച്ചറിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നേച്ചറിൻ്റെതായിട്ടുള്ളൊരു സമയം വരുമ്പോഴത്തേക്ക് അത് വളരെ കാലമെടുക്കും. അപ്പൊ ഇവിടെ നമ്മൾ നശിപ്പിച്ചിട്ടിരിക്കുന്ന പലതും അത് റീഗെയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ നേച്ചറിന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ സ്പീഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പൊ ആ ഒരു ഇതാണ് നമ്മൾ സുസ്ഥിര കൃഷിയായിട്ട് കാണുന്നത്. നമ്മൾ തന്നെ അതിനെ പഠിച്ചിട്ട് അവിടുത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഏതൊക്കെ ഘടകങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഘടകങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള, ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമമാണ് പെർമാകൾച്ചറിലൂടെ നടക്കുന്നത്. അത് പൂർണ്ണമായും നേച്ചറിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ നേച്ചറിനെ മുഴുവൻ അറിയേണ്ടിയിരിക്കുന്നു. അതിന് ഒരു വലിയ ടാസ്ക്കാണ്. എപ്പോൾ സംഭവിക്കുമെന്ന് അറിയത്തില്ല. നമ്മൾ ഈ സയൻസിലൂടെ പലതും നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടും പലതും നമ്മളിപ്പോഴും ഇഗ്നോറൻ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ ആ ഒരു സ്ഥിതിവിശേഷം മനസ്സിലാക്കേണ്ടത് അത് ഇതിലിവിടെ ആപ്ലിക്കബിൾ ആയിരിക്കും. എന്നാലും അതിൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് നമ്മൾ സുസ്ഥിര കൃഷി എന്നുള്ള രീതിയിൽ ആഹ്വാനം ചെയ്യുന്നത്. സുസ്ഥിര കൃഷി എന്ന് പറയുന്നത് നമ്മൾ റീസെൻ്റ് ആയിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അത് ഓസ്ട്രേലിയയിലെ ഡേവിഡ് ഹോൾഗ്രം എന്നുള്ള ഒരാൾ, പിന്നെ ഒരേ സമയത്ത് തന്നെ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും അത് ഡെവലപ്പ് ചെയ്ത് വന്നു. അപ്പൊ അതിനെ പല രീതിയിൽ അവരുടെ ഒരു 12 പ്രിൻസിപ്പിൾസിൽ അത് വിവരിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇട്ട് തരാം. അപ്പൊ അത് മനസ്സിലാക്കാം. അപ്പൊ നേച്ചറിന്റെ പ്രിൻസിപ്പിളിനെ മനസ്സിലാക്കി, നാച്ചുറൽ ലോസ് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. നമ്മളിപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ മോണോകൾച്ചറിലും കെമിക്കൽ ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ് കൾച്ചർ, വീഡിസൈഡ് കൾച്ചർ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ മണ്ണിനെ തരിശാക്കി പലയിടത്തും വിളകൾ ഇല്ലാതായി വരുന്ന വിളകൾ പോകുന്നതായിട്ട് ഇപ്പോഴും വിളകൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയോ. പക്ഷെ അതിന്റെ ന്യൂട്രിയന്റ് കണ്ടന്റ് നോക്കി കഴിയുമ്പോൾ ഒറിജിനൽ ന്യൂട്രിയന്റ് കണ്ടന്റ് അതിലുള്ള ഇത് ഒന്നും പോഷകാംശങ്ങളൊന്നും അതിലില്ലാതായി അതിനെ വികൃതമാക്കിക്കൊണ്ടിരുന്നത്. നാച്ചുറിനെ വികൃതമാക്കിയ ഒരു കൃഷി വിധത്തിലൂടെ പോയി മണ്ണിനെയും വികൃതമാക്കി. മണ്ണ് നശിച്ചതോടുകൂടി ഈ കാലാവസ്ഥയിൽ വരുന്ന വ്യത്യാസങ്ങളിൽ കൂടുതൽ എഫക്റ്റും മണ്ണിൻ്റെ ഇതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. കാരണം മണ്ണിൽ അബ്സോർവ് ചെയ്യാനുള്ള ഇതില്ല. മണ്ണിലോട്ട് ഈ മഴ പെയ്യുന്നത് അത്ര അടിയിലോട്ട് പോകാൻ പറ്റാതെ ഒഴുകി പോകുന്നു. ഇപ്പം മേളിലുള്ള ടോപ്പ് സോയിൽ എന്ന് പറയുന്നത് മേളിലുള്ള ഒരു 4-5 ഇഞ്ച് 5-6 ഇഞ്ച് ആണ്. ഇപ്പം ഫോറസ്റ്റിൽ പോയി കഴിഞ്ഞാൽ 5-6 ഇഞ്ച് കാണും. അതേസമയം കൃഷിയുള്ളിടത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2-3 ഇഞ്ചേ ഉള്ളൂ ഈ സോയിൽ എന്ന് പറയുന്നത്. ജീവനുള്ള സോയിൽ എന്നുള്ള ഇതിന്റെ ഒത്തിരി സംഗതികൾ മനസ്സിലാക്കാനാണ്. നമ്മള് ഭൂമി ജീവനുണ്ടാന്ന് പറയുന്ന പോലെ തന്നെ ജീവന്റെ
ഏറ്റവും ഭൂമിയുടെ മേളിലുള്ള ആ ഒരു ലെയറാണ് കംപ്ലീറ്റ്. അതിൽ കോടാനുകോടി ആളുകൾ മൈക്രോബയോംസ് ഉണ്ട്. ആ മൈക്രോബയോംസ് ആണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ അതിനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് നശിപ്പിച്ചുകൊണ്ടിരുന്നത്, കെമിക്കൽ കൊണ്ടിട്ട്. അതുപോലെ തന്നെ വീഡിസൈഡ് അടിച്ച് അതിനെ കംപ്ലീറ്റ് നശിപ്പിച്ച് അതിൻ്റെ തനതായിട്ടുള്ള ഘടന മുഴുവൻ നശിപ്പിച്ചിട്ടാണ് ഇതുപോലെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്. മരുഭൂമി പോലെ ആക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ജലാശയങ്ങളെ അതുപോലെ ആക്കി കഴിഞ്ഞു. അപ്പം അങ്ങനെ പല രീതിയിൽ ഇതിനിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പം ഇത് തുടങ്ങിയത് ഇങ്ങനെയാണ്. നമ്മൾ പല വർഷങ്ങളായിട്ട് കൃഷി ചെയ്ത് വന്ന സ്ഥലങ്ങളിൽ വിളവില്ലാതെ വരുന്നു, വളരാതെ വരുന്നു, രോഗങ്ങൾ വളരെ കൂടുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഒരു ചിന്തയിലോട്ട് പോയത്. നമ്മളതിനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സയൻസ് ആയിട്ടാണ് പെർമാകൾച്ചറിനെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒത്തിരി പ്രിൻസിപ്പിളുണ്ട്. നമ്മൾ ഒരു റീജിയൻ്റെ അത് മൊത്തമായിട്ട് നമ്മളൊരു കൃഷിയിടത്തിന് നമ്മുടെ വീട്ടിലൊരു 10 സെൻറ്റോ അല്ല 1 ഏക്കറോ ഉണ്ടെങ്കിൽ അതിനെ മാത്രമായിട്ട് മാറ്റാൻ പറ്റത്തില്ല. പെർമാകൾച്ചറിന് ഒരു വലിയ ഏരിയ വേണം. ഒരു റീജിയനെ തന്നെ അതിൻ്റെ കാലാവസ്ഥ പഠിച്ചിട്ട്, അതിൻ്റെ ജോഗ്രഫി പഠിച്ചിട്ട്, ജോഗ്രഫിയുടെ അനുസരിച്ചിട്ട് അതിൻ്റെ ലെവലിങ് അതിനെ രണ്ടാമത് ലെവൽ ചെയ്ത് വരണം. കാരണം അതിൻ്റെ ജോഗ്രഫിക്കൽ ആ ഫോർമേഷനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യേണ്ടി വരും. തുരിശുഭൂമി ആയി കഴിയുമ്പോഴത്തേക്ക് അവിടെ മുഴുവനും ഒരുവിധം പരപ്പായി കഴിഞ്ഞു, ഒന്നുമില്ല. അപ്പോൾ അവിടെ ഷെയ്ഡിനുള്ള വേണം. അത് ആദ്യ സ്റ്റേജിൽ പുല്ല് കഴിയുന്ന അടുത്ത സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. അതും കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ചിലയിടത്ത് മരങ്ങളൊക്കെ മേളിലോട്ട് പോകേണ്ടി വരും. ചിലയിടത്ത് നമ്മൾ പുല്ലുകൾ പോലുള്ള നമ്മൾ കൃഷിയുടെ ഇത് എന്ന് പറയുന്ന നെൽച്ചെടി പോലുള്ളത് വരുന്നതിന് എല്ലാത്തിലും അതിനായിട്ടുള്ള സ്പേസ് ഉണ്ട്, എയർ മൂവ്മെന്റ് ഉണ്ട്. ഇതിനകത്ത് ഒത്തിരി ഘടകങ്ങൾ, ജിയോഗ്രഫിക്കൽ എഫക്റ്റ് മൊത്തം ഘടകങ്ങളെയും പഠിച്ചിട്ടാണ് അതിനെ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് പെർമാകൾച്ചർ എന്ന് പറയുന്നത്. അതൊരു വലിയൊരു സബ്ജക്റ്റാണ്. അത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒത്തിരി നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ട്. ഒത്തിരി മെറ്റീരിയൽ നെറ്റിൽ അവൈലബിളുമാണ്. പിന്നെ അല്ലാതെ തന്നെ കോഴ്സസ് ഒത്തിരി നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ പ്രിൻസിപ്പിൾസ് പഠിച്ചാൽ നമ്മുടെ ലൊക്കാലിറ്റിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുക്കേണ്ടി വരും. കാരണം ഇവിടുത്തെ ഹിസ്റ്ററി ഒന്ന് മനസ്സിലാക്കേണ്ടി വരും. നമ്മുടെ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് എന്തൊക്കെയായിരുന്നു, എങ്ങനെയത് വരുന്നത്, നമ്മുടെ ഇവിടുത്തെ ഫോറസ്റ്റിന്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ ഏരിയയുടെ ആ ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെവലപ്മെന്റ് ആണ്. പിന്നെ അതിന്റെ ഒരു ചെറിയ രൂപമാണ് നമ്മൾ പെർമാകൾച്ചർ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ഈ ചെയ്യുന്ന പല പരിപാടികളും. നമ്മൾ പറയുന്നുണ്ട് ഒരു മിക്സഡ് ക്രോപ്പ് എന്നുള്ള രീതിയിൽ, അത് ഫസ്റ്റ് സ്റ്റേജ് മിക്സഡ് ക്രോപ്പ് എന്നുള്ള. അപ്പൊ ഈ പ്രകൃതി തന്നെത്താനെ വന്നു കഴിഞ്ഞാൽ ഒരു വായ്ക്ക് വരുന്നിടത്തൊന്നും നമുക്ക് വേണ്ടിയതിനെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ കോൺസെൻട്രേറ്റഡ് ആകത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഫ്രൂട്ട് ഫോറസ്റ്റ്, അത് പെർമാകൾച്ചർ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഫ്രൂട്ട് ഫോറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോരോ അത് വേണ്ട രീതിയിൽ അതിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. അത് ശരിക്കും നേച്ചർ ആകുന്നില്ല, എന്നാലും ആ നേച്ചറിന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് അവിടെ ചെയ്യേണ്ടി വരുന്നു. കാരണം അല്ലാതെ അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് ഒരു റീജിയനെ മൊത്തം നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. നമുക്ക് ഉള്ളതിനെ വെച്ച് ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു നിലപാടാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ സുസ്ഥിര കൃഷിയുടെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി സംഗതികൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ ഓർഗാനിക് കൃഷി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർഗാനിക് കൃഷി നമ്മൾ വിചാരിച്ചു അതായിരിക്കും എൻഡ് ഓഫ് ദ സൊല്യൂഷൻ എന്ന്. ഓർഗാനിക് സൊല്യൂഷൻ ആയില്ല. കാരണം അവിടെയും ഈ കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഓർഗാനിക് എന്നും പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുകയാണ്. അപ്പം അതല്ല അവിടെ വേണ്ടിയത്. അവിടെ ഒരു നാച്ചുറൽ ബാലൻസ് വരണം. കാരണം ഈ വേണ്ടാത്ത നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള, ഇപ്പം നമ്മുടെ വയറ്റിലെ എക്കോസിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ വയറ്റിലെ ഈക്കോളി എന്ന് പറയുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഇത്. അത് സയൻസ് പറഞ്ഞത് അതൊരു ഉപദ്രവകരമായ ജീവിയാണ്. പക്ഷെ ഇപ്പൊ പറയുന്ന ഈ കോളിക്ക് അതിൻ്റെതായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നിലനിർത്താനും മറ്റ് ഹാംഫുൾ ബാക്ടീരിയയെ കൂടെ അതിൻ്റെ പോപ്പുലേഷനെ കൂടെ നിയന്ത്രിക്കാനും ഉണ്ടായിരുന്നൊരു ബാക്ടീരിയയാണ്. അതിപ്പോൾ എങ്ങനെ അതൊരു ഹാംഫുൾ ആയ ഒരു പാത്തോജനിക് ബാക്ടീരിയ ആയിട്ട് മാറിയത് എങ്ങനെ, അതിനെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറേശ്ശെ മനസ്സിലായി വരുന്നത് അത് നമ്മൾ തന്നെ മാറ്റിയെടുത്താണ്. നമ്മുടെ ശരീര വ്യവസ്ഥിതി തെറ്റിപ്പോയപ്പോഴത്തേക്ക് അതിനും മാറ്റം വന്നു, അത് പാത്തോജനിക്കായിട്ട് മാറി. ആ ഒരു സെയിം പ്രിൻസിപ്പിളിൽ തന്നെ ഇവിടെ ആലോചിക്കണം. ഇവിടെ നമ്മൾ നേച്ചറിലുണ്ടായിരുന്ന പലതിനെയും നമ്മൾ മാറ്റി വിട്ടു. അപ്പോൾ ആ ബയോളജിക്കൽ കൺട്രോളിൽ ഉണ്ടായിരുന്ന, അതായത് ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടൊരു ഇക്കോസിസ്റ്റം വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് പല ഘടകങ്ങളും ഇൻട്രാക്റ്റിംഗ് ആണ്.
അതിനെ ഒപ്പോസ് ചെയ്യുന്ന പല ഘടകങ്ങളുണ്ട്. അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഘടകങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി പറ്റി പഠിക്കുമ്പോഴത്തേക്ക് മനസ്സിലാകേണ്ടത്. ഇത് ആ പല സംഗതികളും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ സയൻസിൽ പഠിക്കുന്നുണ്ട്, ബോട്ടണിയിലും അഗ്രികൾച്ചറിലും ഒക്കെ പഠിക്കുന്നുണ്ട്. എന്നാലും അതിൻ്റെ ശരിക്കുള്ള പൂർണ്ണരൂപം മനസ്സിലാകണമെങ്കിൽ പെർമാകൾച്ചർ പഠിക്കുമ്പോഴേ അത് മനസ്സിലാകുന്നുള്ളൂ. അതിന് ഇതുണ്ട്, കമ്പാനിയൻ പ്ലാന്റ്സ് എന്ന് പറയുന്നതുണ്ട്. ഇപ്പം നമ്മൾ ഈ ജമന്തിപ്പൂ എന്താ പറയുന്നത്, മാരിഗോൾഡ് എന്ന് പറയുന്നത്, മാരിഗോൾഡ് എന്ന് പറയുന്നത് ഒരു ഹെഡ്ജ് ഗ്രോത്ത് ആയിട്ട് ഈ പെർമാകൾച്ചർ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അത് മിക്കവാറും നെഗറ്റീവായിട്ടുള്ള പല ഇൻസെക്ട്സിനെ അത് നിയന്ത്രിക്കുന്നുണ്ട്, അതിനെ റിപ്പൽ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള പല സംഗതികളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം കൂടെ ചേർത്ത് ഇണക്കിയുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം നമ്മുടെ നാട്ടിലെ ഈ പ്ലാന്റ്സിനെ പറ്റി പഠിച്ച് അതിൻ്റെ ഇൻറ്ററാക്ഷൻസ് മനസ്സിലാക്കി അത് പൂർണ്ണമായിട്ട് നടക്കത്തില്ല. കാരണം നമുക്ക് പല പ്ലാന്റ്സിൻ്റെയും പല പുല്ലുകളെന്നും പറഞ്ഞ് നമ്മൾ വെട്ടി നശിപ്പിച്ച പലതിനെയും നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ നോക്കണം. അതിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ അറിയത്തില്ല, കാട്ടിലൊക്കെ അത് ഇപ്പോഴും ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതിനെ റീക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഇടയ്ക്കും നമുക്ക് ഫലഭൂയിഷ്ടമായിട്ടുള്ളതും ഏറ്റവും ന്യൂട്രിയൻ ആയിട്ടുള്ളത്, ഏറ്റവും അതിൻ്റെ തനതായിട്ടുള്ള അവസ്ഥയിലുള്ള ഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഈ ബയോഡൈവേഴ്സിറ്റി തന്നെ ഇവിടെ ഉണ്ടാകണം. കാരണം ഇതിൻ്റെ മേളിൽ മാത്രമല്ല, അടിയിൽ ഭൂമിക്കടിയിലും ഒത്തിരി ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ട്. അത് ഓരോ ചെടിക്കും അതിൻ്റെ ആയിട്ടുള്ള ഇതുണ്ട്. വലിയ മരങ്ങൾക്ക് വരെ അതിൻ്റെ ആയിട്ടുള്ള പ്രാധാന്യമുണ്ട്. കാരണം മേളിൽ ഉള്ള ഏതെങ്കിലും മിനറൽസ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് അടിയിൽ പോയി, വേരുകൾ അടിയിലോട്ട് പോയിക്കൊണ്ട് അവിടുന്ന് തന്നെ ഈ മിനറൽസ് വലിച്ചെടുത്ത് മേളിൽ കൊണ്ടുവരുന്നുണ്ട്, മേളിൽ സോയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വേരുകളിൽ നിന്ന് വലിയ മരത്തിൻ്റെ വേരുകളിൽ നിന്ന് ചെറിയ മരത്തിനും ചെറിയ ചെടിക്കും അതിൻ്റെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ റീസെൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ്. വേരുകളിലൂടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട് ഇതിൻ്റെ. അപ്പം ആ ഒരു ഇക്കോ സിസ്റ്റം അത് മൊത്തത്തിലുള്ള ഒറ്റ സിസ്റ്റമാണ്, ഇന്റർകണക്റ്റഡ് സിസ്റ്റമാണ്. നമ്മൾ ഈ പറയുന്ന മുഴുവനും ആ ഒറ്റ ഇതിലാണ്. മൊത്തം ഭൂമി കംപ്ലീറ്റ്ലി ഇന്റർകണക്റ്റഡ് ആണെന്നുള്ളത് പറയുന്ന സിസ്റ്റം തന്നെ അത് ഇതിൻ്റെ വനത്തിലും നടക്കുന്നുണ്ട്. നമ്മളതിനെയാണ് നശിപ്പിച്ചത്. അപ്പം അതിനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് അത് വളരെയധികം ഉണ്ട്. അത് പഠിച്ച് വേണം, കുറേ ഉണ്ട് അതിൻ്റെ പ്രിൻസിപ്പിൾസ് പഠിക്കാൻ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആപേക്ഷിക നിലയിൽ എത്താൻ പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്ക് യു.